2005 ഓഗസ്റ്റ് മാസം 17 US ഉട്ട. 21 വയസ്സുള്ള സ്റ്റീഫൻ തൻ്റെ 5 ഫ്രണ്ട്സുമായി ചേർന്ന് ഡിന്നർ കഴിക്കുകയാണ്. അതിലൊരാൾ ഒരു നിഗൂഢമായ ഗുഹയെപ്പറ്റി പറയാൻ തുടങ്ങി. ഇവരെല്ലാവരും ചെറിയ പ്രായം മുതലേ വളർന്നത് അവിടെ ആയതുകൊണ്ട് ഇതിനു മുൻപ് തന്നെ ആ ഗുഹയെപ്പറ്റി കേട്ടിട്ടുണ്ട്. ബ്രിഗം യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള മലപ്രദേശത്ത് വളരെ നിഗൂഢമായ ഒരു രഹസ്യ ഗുഹ. ആ ഗുഹയ്ക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു ഗുഹ ഉള്ളതായി അറിയില്ല. അങ്ങനെ ആ കേവിനുള്ളിൽ പോകുമ്പോൾ കുളം പോലെ വെള്ളം നിറഞ്ഞു കിടക്കും. ആ വെള്ളത്തിലിറങ്ങി അണ്ടർ വാട്ടറിൽ പോയാൽ ആ ഗുഹയ്ക്കുള്ളിലെ മറ്റൊരു എയർ പാക്കറ്റിൽ കൊണ്ടുപോകും. അവിടെയാണ് വളരെ ഡാർക്ക് റിച്വൽസ്, നരബലിയെല്ലാം കൊടുക്കുന്നത് എന്ന ഒരു കഥയുണ്ട്. ഇത് അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. എന്നാൽ അന്ന് രാത്രി സ്റ്റീഫനുമായി കഴിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ടായ 21 വയസ്സുള്ള ജെനിഫർ ഒരു വലിയ സത്യം പറയുകയാണ്. എല്ലാവരും കരുതുന്നത് പോലെ അങ്ങനെ നിഗൂഢമായ ഒരു ഗുഹയുള്ളതും അതിനുള്ളിൽ മറ്റൊരു സീക്രട്ടായിട്ടുള്ള ഏരിയ ഉള്ളതും എല്ലാം തന്നെ സത്യമാണ്. സത്യത്തിൽ ഞാൻ ആ ഗുഹയിൽ പോയിട്ടുണ്ട്, അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ബാക്കിയുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും ചിരിക്കാൻ തുടങ്ങി. ചെറിയ പ്രായം മുതലേ ഇങ്ങനെയുള്ള കെട്ടുകഥകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് കള്ളമാണെന്നും നമുക്കറിയാം. എന്നിട്ടും നീ അവിടെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചു. എന്നാൽ ജെനിഫർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു രഹസ്യ ഗുഹ ഉണ്ട്. അത് കേവ് ഓഫ് ഡെത്ത് ആണ്. അങ്ങനെ ആ ഗുഹയെപ്പറ്റി അവൾ പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും ആ ഗുഹയോടുള്ള ആകാംക്ഷ കൂടുകയാണ്. എന്തുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ആ ഗുഹയിലേക്ക് പോയിക്കൂടാ എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഏകദേശം സമയം 2:30. ആ സമയത്ത് എല്ലാവരും ആ ഗുഹയിലേക്ക് പോകാനായി തിരിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ആ ഗുഹയെ കണ്ടുപിടിച്ചോ? അത് കഴിഞ്ഞ് അവർക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഗുഹയിലേക്ക് പോകുന്നതിന് മുൻപ് നീ പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് നീ ആ ഗുഹയെക്കുറിച്ച് പറ. അവിടെ നീ എന്തെല്ലാം കണ്ടു എന്നതിനെക്കുറിച്ച് പറയാനായി ആവശ്യപ്പെടുന്നു. ജെനിഫറും ആ ഗുഹ വൈ മൗണ്ടൈൻ എന്ന് പറയുന്ന മലപ്രദേശത്താണ് ഉള്ളതെന്നും ആ ഗുഹയുടെ എൻട്രൻസ് വന്ന് നോക്കിയാലേ അങ്ങനെ ഒരു ഗുഹ ഉള്ളതായി അറിയാൻ കഴിയൂ. അവിടുന്ന് 10-15 അടി താഴെ ഇറങ്ങിപ്പോയാൽ അവിടെ വെള്ളം കാണില്ല, തറ പോലൊരു സ്ഥലം കാണും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ആ ഗുഹയുടെ അകത്തേക്ക് പോകാൻ കുനിഞ്ഞാണ് പോകേണ്ടത്. കാരണം അതിൻ്റെ ഹൈറ്റ് വെറും 4 അടി മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈറ്റ് അടിച്ച് ഒരു 100 മീറ്റർ പോയാൽ അവിടെ കണ്ണാടി പോലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുളം പോലെ കാണും. ഇപ്പോൾ ആ വെള്ളത്തിൽ ഫ്ലാഷ് അടിച്ച് നോക്കിയാൽ ഒരു 5 അടി ആഴത്തിൽ ഒരാൾക്ക് മാത്രം കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദ്വാരം കാണും. അതുവഴി വെള്ളത്തിനുള്ളിൽ നീന്തിപ്പോയാൽ നമ്മൾ മറ്റൊരു രഹസ്യ സ്ഥലത്തെത്തും. അവിടെ വെള്ളത്തിൽ നിന്നും പൊങ്ങി ശ്വാസം വിടാൻ പറ്റുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. എന്നാൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ മനോഹരമായ സ്ഥലമല്ല. എങ്കിലും ഇതാരാണോ ആദ്യം കണ്ടുപിടിച്ചത് അവർ ഈ വെള്ളം വഴി മുങ്ങി അടുത്ത സൈഡ് പോയപ്പോൾ ഒരു റോപ്പും അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ ആ റോപ്പിനെ പിടിച്ച് മുന്നോട്ട് പോയാൽ ഈസിയായി അടുത്ത സൈഡ് എത്താമെന്നും ജെനിഫർ വളരെ ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുത്തു. ചില മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ മറ്റു ഫ്രണ്ട്സുമായി അവിടെ പോയത്. എനിക്ക് ആ വെള്ളത്തിൽ, അതും ആ ചെറിയ ദ്വാരം വഴി അകത്തേക്ക് കടക്കുന്നത് വളരെ ഭയമായിരുന്നു. എന്നാൽ എനിക്ക് ഇപ്പോൾ വരെയും ഓർമ്മയുള്ളത് ആ വെള്ളം വളരെ തണുപ്പായിരുന്നു. ഞാൻ ഈസിയായി അടുത്ത സൈഡ് പോയി. പക്ഷെ അവിടെ എത്തിയതും എനിക്ക് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അതിനാൽ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നു എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ജെനിഫർ പറയുന്നത് കേട്ട് സ്റ്റീഫനും മറ്റു ഫ്രണ്ട്സും കണ്ണു മിഴിച്ചു നോക്കി നിന്നു. ജെനിഫർ ആ ഒരു ഗുഹയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ അവൾ ഏതോ ഒരു ഗുഹയിൽ പോയിട്ടുണ്ട് എന്ന് മാത്രം അവർക്ക് മനസ്സിലായി. അതിനാൽ തന്നെ ഇപ്പൊ തന്നെ ആ ഒരു രഹസ്യ ഗുഹയിലേക്ക് പോകാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ആ സമയം ഏകദേശം 2:30 അപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനും തിരിച്ചു. സ്റ്റീഫന് അവരുടെ കൂടെ പോകണം, ആ ഗുഹ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നാലും അടുത്ത ദിവസം അവന് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അന്ന് അവരുടെ കൂടെ ഗുഹ കാണാനായിട്ട് പോയില്ല. എല്ലാവരും ഗുഹയിലേക്ക് തിരിച്ചപ്പോൾ സ്റ്റീഫൻ നേരെ വീട്ടിലേക്ക് പോയി. ആ ഗ്രൂപ്പ് മലപ്രദേശത്തെ അടിവാരത്തിൽ കാർ സ്റ്റോപ്പ് ചെയ്യുന്നു. ഗുഹയിൽ പോകാൻ ഷൂ ഇട്ടിട്ട്
ആ ഗുഹ ഉള്ള സ്ഥലം നോക്കി നടക്കാൻ തുടങ്ങി. അപ്പോൾ പോലും കൂടെ ഉണ്ടായിരുന്ന പലരും അങ്ങനെ ഒരു ഗുഹയുണ്ട് എന്നുള്ളത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ജെന്നിഫർ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടേക്ക് നോക്കൂ, അതാണ് ആ ഗുഹയിലേക്ക് പോകുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞു. എല്ലാവരും ജെന്നിഫർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോൾ അവൾ പറഞ്ഞതുപോലെ അങ്ങനെ ആ ഗുഹയിലേക്ക് കടക്കാനായി ഒരു എൻട്രൻസും ഉണ്ടായിരുന്നു. അതുവഴി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ 10 മുതൽ 15 അടി താഴെ ഒരു തറ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ജെന്നിഫർ പറഞ്ഞത് സത്യമാണ് എന്ന് എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. അകത്തേക്ക് കടക്കാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഭയവും ഉണ്ടായിരുന്നു. ഒരാൾക്ക് പിന്നിൽ മറ്റൊരാളായി എല്ലാവരും ഇറങ്ങാനും തുടങ്ങി. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 26 വയസ്സുള്ള ജോസഫ്, ഗൈസ് നിങ്ങൾ പോയി കേവ് ഓഫ് ഡെത്തോ ടണൽ ഓഫ് ഡെത്തോ എന്തോ ഒന്ന് പോയി എൻജോയ് ചെയ്യേ, ഇത് കണ്ടാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെയുണ്ട്, അതിനാൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി വരുന്നത് വരെ ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് പുറകിലോട്ട് പോയി. ബാക്കിയുള്ളവരാരും ജോസഫ് പറഞ്ഞത് ശ്രദ്ധിച്ചതേയില്ല. ശരി, നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് അവർ മുന്നിലേക്ക് പോകാൻ തുടങ്ങി. ആ വെള്ളമുള്ള ഭാഗം നോക്കി കുനിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങി. 26 വയസ്സുള്ള ജോസഫ് തിരികെ കയറി വരികയും ആ മലയുടെ മുകളിൽ എൻട്രൻസിനടുത്തായിട്ട് ഇരിക്കുകയും ചെയ്തു. അവനവിടെ ഇരിക്കുമ്പോൾ തന്നെ അകത്ത് ഫ്രണ്ട്സ് സംസാരിച്ചുകൊണ്ട് പോകുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു. എന്നാൽ അല്പസമയം കഴിയുന്തോറും അവരുടെ ശബ്ദം മങ്ങി മങ്ങി വന്നു. പിന്നെ അവന് യാതൊരു ശബ്ദവും കേട്ടില്ല. ഇപ്പൊ ജോസഫിന് ഇതെത്ര സമയം എടുക്കുമെന്നറിയില്ല. 15 മിനിറ്റോ 1 മണിക്കൂറാകുമോ 2 മണിക്കൂറാകുമോ ഒന്നും തന്നെ അറിയില്ല. അവനവിടെ കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പോയി ഏകദേശം 1 മണിക്കൂറായി. എന്നാൽ തൻ്റെ ഫ്രണ്ട്സ് അപ്പോഴും പുറത്തു വന്നതിൻ്റെ ശബ്ദമൊന്നുമില്ല. അതിനാൽ ജോസഫ് താഴെ ഇറങ്ങി ഗുഹയ്ക്കുള്ളിൽ കുനിഞ്ഞു നോക്കുന്നു. എന്തെങ്കിലും ഫ്ലാഷ് ലൈറ്റോ ശബ്ദമോ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ ഒന്നും തന്നെ കണ്ടില്ല. ശരി, ഓക്കെ, അവർ വരാൻ ഇനിയും കുറച്ച് ലേറ്റ് ആകുമായിരിക്കും എന്ന് കരുതി വീണ്ടും അവൻ മുകളിലേക്ക് എൻട്രൻസിൽ തന്നെ ചെന്നിരുന്നു. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പോയി 2 മണിക്കൂറായി. അപ്പോഴും അവർ പുറത്തു വന്നിട്ടില്ല. വീണ്ടും താഴെ ഇറങ്ങി ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ അവൻ്റെ ഫ്രണ്ട്സ് വരുന്നതിൻ്റെ യാതൊരു അനക്കവും അവിടെ ഇല്ലായിരുന്നു. ഈ സമയം ജോസഫ് ഭയപ്പെടാൻ തുടങ്ങി. തീർച്ചയായും ഇത് നമ്മൾ പോലീസിനെ അറിയിക്കണമെന്നവന് തോന്നി. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും അല്പസമയത്തിനുള്ളിൽ പോലീസും റെസ്ക്യൂ ടീമും അവിടെ എത്തുകയും ചെയ്തു. സത്യത്തിൽ പോലീസും അങ്ങനെ ഒരു ഗുഹയുണ്ടോ എന്ന് കണ്ട് ഞെട്ടുകയാണ്. അകത്തുപോയ ആരും ഇതുവരെ തിരികെ വരാത്തത് കൊണ്ടും അതിനകത്ത് വെള്ളമുള്ളതുകൊണ്ടും ആ വെള്ളമെല്ലാം പമ്പ് ചെയ്ത് പുറത്തെടുക്കുന്നു. അതേസമയം ആ ടണൽ വഴി അകത്ത് ഓക്സിജൻ അയക്കുന്നു. കാരണം വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ചെറിയൊരു എയർ പാക്കറ്റ് ഉണ്ടെന്ന് ജോസഫ് പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അവൻ്റെ ഫ്രണ്ട്സ് ഓക്സിജൻ ഇല്ലാതെ അവിടെ കുടുങ്ങിയോ എന്ന് കരുതി ഓക്സിജൻ അയക്കുന്നു. ഇപ്പോൾ 2 അടിയോളം വെള്ളം പുറത്തെടുത്തു. അതുകൊണ്ട് റെസ്ക്യൂ ടീമിനും മുങ്ങാതെ ടണലിനകത്തേക്ക് പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പകുതി വഴിയിൽ തന്നെ ജെന്നിഫറിൻ്റെ മരിച്ച ശരീരം കണ്ടുപിടിക്കുന്നു. കൂടാതെ ജെന്നിഫറിൻ്റെ ശരീരം തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ കിടക്കുന്നതായും ശ്രദ്ധിക്കുന്നു. ജെന്നിഫറിന്റെ പുറകിൽ ബാക്കിയുണ്ടായിരുന്നവരുടെ ശരീരവും ഒന്നിനു പുറകിൽ ഒന്നായി വളരെ അടുത്ത് തന്നെ കാണപ്പെട്ടു. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിചാരിച്ചത് ആ 4 പേരും വളരെ സക്സസ്ഫുള്ളായി നീന്തി അപ്പുറത്ത് പോയിട്ടുണ്ട്. സത്യത്തിൽ ആ സൈഡുള്ള എയർ പോക്കറ്റിൽ ഏകദേശം 8 പേരോളം ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ പോയ അവർ കുറച്ചു സമയം അവിടെ നിന്നിട്ട് തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ച് ജെന്നിഫർ അവിടെ നിന്നും ആദ്യം തിരികെ വരുന്നു. കാരണം ജെന്നിഫറാണ് അവരെ മുന്നിലൂടെ നയിച്ചു കൊണ്ടുപോയത്. അതിനാൽ തന്നെ തിരികെ വരുമ്പോഴും ജെന്നിഫറാണ് ആദ്യം വരേണ്ടത്. അങ്ങനെ ജെന്നിഫർ അവിടെ നിന്നും തിരികെ വന്ന ഉടനെ തന്നെ ബാക്കിയുള്ള 3 പേരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകണം. ഒരുപക്ഷെ ബാക്കിയുള്ള 3 പേരിൽ ആരും തന്നെ അവസാനം വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. അവസാനം വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വളരെ അമാനുഷികമായ കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് ചെറിയ പ്രായം മുതലേ കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കെന്തെങ്കിലും ആകുമോ, വഴിമാറി എവിടെയെങ്കിലും പോകുമോ എന്ന് ഭയന്ന് എല്ലാവരും ഒരേ സമയം തിരികെ വന്നിരിക്കാം. എന്നാൽ ആദ്യം പോയ ജെന്നിഫർ ആ ടണലിന്റെ പകുതിയിലെത്തിയപ്പോൾ തന്നെ എന്തോ ഒന്നിൽ കുടുങ്ങിയിരിക്കണം. അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ ശ്വാസം മുട്ടി മരിച്ചിരിക്കണം. സത്യത്തിൽ മുൻപിൽ പോയ ജെന്നിഫറിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ പുറകിൽ വന്ന് ഇവരും കുടുങ്ങി. അങ്ങനെ അവർ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി വന്ന വഴിയെ തിരികെ പോകണമെന്നുള്ളതാണ്. പക്ഷെ തിരികെ പോകുന്നതിനൊരു പ്രശ്നമുണ്ട്. തിരിയാൻ പാടില്ല. വന്നതെങ്ങനെയാണോ അതേ ഡയറക്ഷനിൽ തന്നെ പുറകോട്ട് പോകണം. എന്നാൽ ജെന്നിഫർ അകപ്പെട്ടതറിയാതെ രണ്ടാമതായി വന്നവരും അകപ്പെട്ടു.
രണ്ടാമത്തെയാൾ അകപ്പെട്ടതറിയാതെ പുറകെ വന്നവരും അകപ്പെട്ടു. ഇപ്പോൾ ജെന്നിഫർ വിചാരിച്ചാലും പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം രണ്ടാമതായി വന്ന ആളുണ്ട്. രണ്ടാമതായി വന്ന ആൾ വിചാരിച്ചാലും പുറകോട്ട് പോകാൻ കഴിയില്ല. മൂന്നാമത്തെ ആളുണ്ട്. മൂന്നാമത്തെ ആൾ വിചാരിച്ചാലും പുറകോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നാലാമത്തെ ആൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും പുറകോട്ട് പോകാനായിട്ട് കഴിയും. കാരണം അവർക്ക് പിന്നിൽ വേറെ ആരുമില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലും പ്രാവർത്തികമായി ഇതൊന്നും തന്നെ സംഭവിച്ചില്ല. ജെന്നിഫറിന് പിന്നിൽ വന്ന 3 പേരും ഒരാൾക്ക് പിന്നിൽ ഒരാളായി കുടുങ്ങി. കൂടാതെ അവർ ഓക്സിജൻ ടാങ്ക് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. സാധാരണയായി പോയി. അതിനാൽ എന്ത് നടക്കുന്നു എന്നറിയുന്നതിന് മുൻപ് പകുതി വഴിയിൽ ഭയം കൂടാൻ തുടങ്ങി. വെള്ളത്തിനടിയിൽ, അതും വളരെ ഇടുങ്ങിയ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അകപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഭയം കൂടും. അതിനാൽ ഓക്സിജൻ ശരീരത്തിൽ നിന്നും കുറയാൻ തുടങ്ങി. ഭയത്തിലും ശ്വാസം വിടാൻ കഴിയാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാതെയും ബുദ്ധിമുട്ടിയിരിക്കണം. ആ സമയത്ത് അവർ പോലും അറിയാതെ വായ തുറന്നിരിക്കണം. വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം കയറുകയും ശ്വാസം മുട്ടി പിടഞ്ഞ് മരിച്ചിരിക്കുകയും ചെയ്യണം. ഇത് കഴിഞ്ഞ് ഇതുപോലൊരു സംഭവം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ ആ ഗുഹയുടെ എൻട്രൻസിൽ കോൺക്രീറ്റ് കൊണ്ട് മൂടുകയും സീൽ ചെയ്യുകയും ചെയ്തു. കയറാൻ പ്രയാസമുള്ള ഗുഹയ്ക്കുള്ളിൽ പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. അതും വെള്ളം നിറഞ്ഞു കിടക്കുമെന്ന് പറയുമ്പോൾ അത്ര തന്നെ. ഈ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതുപോലുള്ള അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ഫ്രണ്ട്സുമായി അഡ്വഞ്ചർ പോകുന്നത് അവസാനിപ്പിക്കുക. വളരെ സേഫായിട്ട് ട്രാവൽ ചെയ്യുക. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻ്റായി ചേർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.